ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഹിറ്റായി മാറിയിരിക്കുകയാണ് മാർക്കോ. ഗംഭീര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ കത്തിക്കയറുകയാണ്. ഡിസംബർ 20-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ആഴ്ചയുടെ അവസാനത്തോടെ ആഗോളതലത്തിൽ 64 കോടി രൂപയുടെ നേട്ടമാണ് കൊയ്തിരിക്കുന്നത്. ഹിന്ദിയിൽ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമായിരുന്നു മാർക്കോ ആദ്യം പ്രദർശിപ്പിച്ചത്. എന്നാൽ പ്രേക്ഷകരുടെ തള്ളിക്കയറ്റത്തെ തുടർന്ന് രണ്ടാം വാരമായപ്പോഴേക്കും കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഷോകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഹിന്ദി പതിപ്പിന് പിന്നാലെ തെലുങ്ക് പതിപ്പ് ജനുവരി 1-ന് തിയേറ്ററുകളിലെത്തും. ഇതോടെ തന്നെ തമിഴ് പതിപ്പും ഉടൻ തന്നെ പുറത്തിറങ്ങും. ജനുവരി 3-നാണ് തമിഴ് പതിപ്പ് പുറത്തിറങ്ങുന്നത്. ജനുവരി 1 മുതൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി 500 സ്ക്രീനുകളിൽ തെലുങ്ക് പതിപ്പ് എത്തുന്നതോടെ മാർക്കോയ്ക്ക് കൂടുതൽ കളക്ഷൻ ലഭിക്കുമെന്ന് ഉറപ്പാണ്. മാർക്കോ ഇപ്പോഴും ബോക്സ് ഓഫീസിൽ കുതിച്ചു ചാടുകയാണ്. ഹിന്ദിയിൽ നിന്ന് മാത്രം 1 കോടി രൂപയുടെ നേട്ടമാണ് ചിത്രം സ്വന്തമാക്കിയത്. 2 കോടിക്ക് മുകളിലാണ് ശനിയാഴ്ച മാത്രം നേടിയത്. ഇന്ത്യയിൽ നിന്നുള്ള മൊത്ത വരുമാനം 32 കോടി രൂപയായി വർദ്ധിച്ചു. ഉത്തരേന്ത്യയിലെ ഷോകളുടെ എണ്ണം 34 എണ്ണത്തിൽ നിന്ന് 140 നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ പ്രേക്ഷകരുടെ പ്രതികരണം മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ 225 ഷോകൾ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യ ദിനം മികച്ച ഓപ്പണിംഗ് കളക്ഷനോടെ ബോക്സ് ഓഫീസിൽ മുന്നേറിയ മാർക്കോ ഇന്ത്യയിൽ നിന്നും 34 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത്. ആഗോളതലത്തിൽ 57 കോടിയും കടന്ന് കുതിക്കുകയാണ് ചിത്രത്തിന്റെ കളക്ഷൻ. രണ്ടാം ദിനത്തിൽ 4 കോടി രൂപയും 3-ാം ദിനത്തിൽ 5 കോടിക്ക് മുകളിലും 4-ാം ദിനത്തിൽ 3 കോടിക്ക് മുകളിലും 5-ാം ദിനത്തിൽ വീണ്ടും 3 കോടി രൂപയും സ്വന്തമാക്കി. 6-ാം ദിനത്തിൽ മാർക്കോ 3 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത്. 7-ാം ദിനത്തിൽ 2 കോടി മാത്രമാണ് സ്വന്തമാക്കിയത്. 8-ാം ദിനത്തിലും 9-ാം ദിനത്തിലും 2 കോടിക്ക് മുകളിൽ മാർക്കോ സ്വന്തമാക്കി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.